പിള്ളേരുകളെ ദ പ്രിൻസ് ആൻഡ് ഫാമിലി നമ്മുടെ ദിലീപേട്ടൻ്റെ സിനിമ വിഷയം നമ്മുടെ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി പടം ഇറങ്ങിയിരിക്കുകയാണ് ഇല്ലടത്. അപ്പം നമ്മൾ എന്താ ഈ സ്വാഭാവികമായും ഇപ്പം നമ്മളൊരു പടം ഇറങ്ങി നമ്മളെന്ത് ഈ നമ്മൾ ഫസ്റ്റ് ഡേ ഒന്നും പോകാൻ നിൽക്കില്ല ഇല്ലടത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് പോകാൻ പറ്റില്ല, ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യങ്ങൾ വരാം, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് വരാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ നമ്മുടെ റിവ്യൂ മൂവി റിവ്യൂ പറയുന്ന ആൾക്കാരുടെ വീഡിയോ പോയി കാണും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള റിവ്യൂവേഴ്സ് ഞാൻ പേര് പറയാനില്ലടല്ലേ, അശ്വന്ത് കോക്ക്, ഷസാം, പിന്നെ ഉണ്ണി ബ്ലോഗ്, അങ്ങനത്തെ കുറേ അവർ മൂന്നുപേരും നമ്മൾ റേസിനെ കൂടുതൽ ആൾക്കാർ കാണുള്ളൂ. പിന്നെയും ഉണ്ട് ഇല്ലല്ലോ ഫിലിം റിവ്യൂവേഴ്സ് കുറേ പേരുണ്ട്, നമ്മൾ ഇവരുടെയൊക്കെ റിവ്യൂ കാണും. മനസ്സിലായില്ലേ? കൂടുതലായിട്ട് കാണുന്നത് ഷസാം, നമ്മുടെ കോക്ക്, ഇവർ ഈ മൂന്ന് പേരിട്ട് കേട്ടല്ലോ കൂടുതലായി ഞാൻ കണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെയാണ്. എന്താ വെച്ചാൽ കമന്റ് സെക്ഷൻ ആണെങ്കിലും ഇവൻ അല്ലെങ്കിൽ ഇവരെന്താ വെച്ചാൽ വീഡിയോ നല്ല റീച്ചാണ്. ഇപ്പോൾ പുതിയ പടങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവർ തന്നെ ഫസ്റ്റ് പോയി കാണുള്ളൂ റിവ്യൂ, എന്നിട്ട് നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ പടം വിലയിരുത്തുന്നത്, എന്നിട്ട് നമ്മൾ പടത്തിന് പോകണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് കണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയേണ്ട കേട്ടല്ലോ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യായിരുന്നു, ഞാൻ എല്ലാവരും റിവ്യൂ ഒന്നും കണ്ടില്ല, ഇത് നേരെ യൂട്യൂബിൽ ഇപ്പോൾ റിവ്യൂ ഒന്നും കണ്ടില്ല. ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ട്രോള് കാര്യങ്ങളൊക്കെ വരണം. എന്ന് വെച്ചാൽ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ പടം വന്നിട്ട് നല്ല പടമാണ്. നല്ല പടം പറഞ്ഞാൽ ഓഡിയൻസിന് എല്ലാം ഇഷ്ടപ്പെട്ടു, ഏഷ്യൻ കോമഡി കാര്യങ്ങളൊക്കെ സെറ്റാണ്, ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പടമാണ്. ബട്ട് റിവ്യൂ പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും പേരെടുത്ത് പറയുന്നത് ഒരിക്കലും വേറെ വിചാരിക്കുന്നത് നമ്മുടെ അശ്വൻ കോക്കണ്ണൻ സൂപ്പറാണ് ഇല്ലാതെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ റിവ്യൂ വ്യത്യസ്തതരമായി ചെയ്യണം. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ആൾക്ക് ഇത്രയും ഓഡിയൻസും ആൾക്ക് ഇത്രയും ഫാൻ ബേസും ഉള്ളത്. അതുകൊണ്ടാണ് അശ്വൻ കോക്ക് എന്ന വ്യക്തി എന്താ വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളിക്കായിട്ട് റിവ്യൂ ഒക്കെ സൂപ്പറാണ് ഇല്ലാതെ. എന്താ വെച്ചാൽ നമ്മളെ നമുക്കൊരു എന്റർടൈൻമെന്റ് റിവ്യൂ, നമ്മളിപ്പോൾ ഒരു പടം ഒരു എങ്ങനെയുണ്ട് എന്ന രീതിയിൽ കാണുന്നതിലപ്പുറം എന്റർടൈൻമെന്റ് ആണ്. മനസ്സിലായില്ല? ആളുടെ റിവ്യൂ എന്റർടൈൻമെന്റ് ആണ്. അപ്പോൾ ആളുടെ റിവ്യൂ നമ്മൾ കൂടുതൽ കാണും. അപ്പോൾ പുള്ളിക്കാരൻ റിവ്യൂ പറഞ്ഞു കേട്ടില്ല, എന്താ വെച്ചാൽ ദിലീപൻ ദ പ്രിൻസ് ആൻഡ് ഫാമിലി റിവ്യൂ പറഞ്ഞു, ആള് പറഞ്ഞത് ഫുൾ നെഗറ്റീവ് ആയിട്ട് കേട്ടില്ല, ഫുൾ അപരാധം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുക്കത്തെ അപരാധം. എന്ന് വെച്ചാൽ അതെന്ത് പടമാണ്, അങ്ങനെ എനിക്കൊന്നും കോമഡി തോന്നിയില്ല, അത് ഇതെന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരൻ വെച്ച് കാച്ചി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ പടം കണ്ടിട്ടില്ല കേട്ടോ, ഇപ്പോഴും ഞാൻ പടം കണ്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പടം കണ്ടിട്ടില്ല. അതിന് മുമ്പ് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ നോക്കിയത് 2-3 പേര് റിവ്യൂ നോക്കിയിട്ടാ, 2-3 പേര് റിവ്യൂ ഞാൻ നോക്കിയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ നല്ലത് പറയുന്നുണ്ട്, ചിലർ നെഗറ്റീവ് പറയുന്നുണ്ട്. ബട്ട് തിയേറ്റർ റെസ്പോൺസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സെക്കൻഡ് ഡേ തിയേറ്റർ റെസ്പോൺസ് അത് ഞാൻ അവിടെ കാണിച്ചിട്ട് കേട്ടോ. സെക്കൻഡ് ഡേ ആയിട്ടും തിയേറ്റർ റെസ്പോൺസ് ഗ്രേറ്റ് ആണ്. എന്ന് വെച്ചാൽ ദിലീപേട്ടൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നല്ല കോമഡി പടം, ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അവരെ ഈവൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരും യൂട്യൂബ് റിവ്യൂ കണ്ടിട്ട് പോകരുത് എന്ന് വെച്ചാൽ നിങ്ങൾ പേഴ്സണൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പോവുക, അല്ലാതെ ആ റിവ്യൂ കൊണ്ട് ഈ റിവ്യൂ കൊണ്ട് ഒരിക്കലും പോകരുതെന്ന് പറയുന്നുണ്ട്. ഈവൻ കോക്കാണിൻ്റെ ആ ഒരു വീഡിയോയിൽ ഇപ്പോൾ റിവ്യൂ ഫാമിലി പ്രിൻസ് ആൻഡ് ഫാമിലി പറഞ്ഞ ആ ഒരു പടത്തിൻ്റെ റിവ്യൂവിൻ്റെ വീഡിയോന്റെ കമന്റുകളൊക്കെ ചിലപ്പോൾ ഞാൻ പോയി നോക്കി, നല്ലത് കണ്ടാൽ നല്ലത് പറയണമെന്നാണ് പറയുന്നത്. മനസ്സിലായി? കമന്റ് സെക്ഷൻ മൊത്തം കോക്കണിനെതിരാണ്. കമന്റ് സെക്ഷൻ ഇപ്പോൾ കോക്കണിന് ഏറെക്കുറെ എയറിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആദ്യം തിയേറ്റർ എക്സ്പീരിയൻസ് സെക്കൻഡ് ഡേ, ഇപ്പോൾ പടം സെക്കൻഡ് ഡേ ആയിട്ടും തിയേറ്റർ റെസ്പോൺസ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ പ്ലേ ചെയ്യാറില്ല. എന്നിട്ട് ഞാൻ കോക്കണിന്റെ കമന്റ് ബോക്സ് വായിച്ചിട്ടാ ഇതൊന്നും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ വെച്ചാൽ അവരെ പറയുന്നത്, നിങ്ങൾ ആ റിവ്യൂ ഈ റിവ്യൂ ഒന്നും കണ്ടിട്ട് ഒരിക്കലും പടം കാണാൻ പോകരുത്. നിങ്ങൾക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പറയാം, നല്ലതാണെങ്കിൽ നല്ലത് പറയാം. അല്ലാതെ റിവ്യൂ കണ്ടിട്ട് ചിലരൊക്കെ പേടിയുണ്ടാവും. ഇവരൊക്കെ ആണോ എനിക്ക് അറിയില്ല. അപ്പോൾ ഒരു പടം പറയുക വെച്ചാൽ ചിലർ നല്ലത് പറയാൻ വേണ്ടി ചിലപ്പോൾ പൈസ കൊടുക്കാറുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയും കുറെ റിവ്യൂവേഴ്സ് ഉണ്ട്. അത് ഇവരല്ല, അങ്ങനെ ആരൊക്കെ ഉണ്ട്, അതെനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ആ വീഡിയോ എടുക്കട്ടെ. നല്ല എന്റർടൈൻമെന്റ് ആണ്. കോമഡി ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല രീതിയിൽ ചിരിക്കാനുണ്ടായിരുന്നു. ഞാൻ റിവ്യൂ കണ്ടാ വന്നേ. ശരിക്കും പറഞ്ഞാല് നെഗറ്റീവ് റിവ്യൂ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിലീപിന്റെ പഴയ പടമൊക്കെ ആലോചിക്കുമ്പോൾ ഹിറ്റ് പടങ്ങളാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും. നല്ല പടമാണ്. ഫാമിലി എല്ലാം കാണാൻ പറ്റും. ഫാമിലി എല്ലാവർക്കും കാണാൻ പറ്റും. നല്ല പടം. ധ്യാനൊക്കെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് ഭാഗത്തെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല ആക്ടിങ്. റിവ്യൂസ് കണ്ടോ? അതിലെ കാണാൻ വന്നോ? റിവ്യൂസ് കണ്ടിരുന്നു, പക്ഷെ പല നെഗറ്റീവായിട്ട് പറഞ്ഞു. എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കണ്ടതാ. പക്ഷെ എനിക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല പടത്തിൽ. പല നെഗറ്റീവായിട്ട് പല പ്രമുഖർ നെഗറ്റീവായിട്ട് കണ്ടിരുന്നു, പക്ഷെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയില്ല. പഴയ ഒരു പണ്ട് ദിലീപിന്റെ പഴയ പടങ്ങളൊക്കെ നിന്ന് കണ്ട ഒരു പ്രതീതിയിലാണ് ഞാൻ പടം കണ്ടത്. ഈ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഈ ഒരു കാര്യം പോലും തോന്നിയിട്ടില്ല. ലാഗ് അടുപ്പിച്ചിട്ടില്ല. തുടക്കം തൊട്ട് അവസാനം വരെ അത് എന്റർടൈനിങ് ആയിരുന്നു. റിലവൻ്റ് ആയിട്ടുള്ള പല വിഷയങ്ങൾ പറഞ്ഞു വെച്ച് പോയ സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് അടിച്ച് കല്ലെറിയുന്ന അവസ്ഥയാണ്. അപ്പം അവർ അറിഞ്ഞോണ്ടിരിക്കട്ടെ. ദിലീപ് ജനപ്രിയ നായകൻ തുടരും, അത്രേ ഉള്ളൂ. കാരണം ജനങ്ങളുടെ ആവശ്യമാണ് അദ്ദേഹം ജയിക്കണം എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ്. അത് അങ്ങനെ തന്നെ ഉണ്ടാവും. എല്ലാം ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തേക്ക് നടക്കുന്ന കാര്യങ്ങൾ വ്ളോഗിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ വളരെ നൈസ് പടം. ഞാൻ നേരത്തെ ഒരു നെഗറ്റീവ് റിവ്യൂ ഒരാൾ പറയുന്നത് കേട്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ ഇത് പറയണമെന്ന് വിചാരിച്ചാൽ അടിപൊളി പടമാണ്. കാണാൻ നല്ല രസമായിട്ടുള്ളൊരു പടമാണ്. കുറേ ചിരിക്കാനുണ്ട്. ലാസ്റ്റ് ഇപ്പം കുറേ സെന്റിമെന്റൽ പാർട്ടുണ്ട്. വളരെ നല്ല മൂവിയാണ്. ദിലീപേണ്ട മനഃപൂർവ്വം ആൾക്കാർ നെഗറ്റീവ് അടിക്കുന്നത് തോന്നുന്നുണ്ടോ? അപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ മേ ബി അങ്ങനെ ആയിരിക്കും. ബട്ട് അങ്ങനെ നെഗറ്റീവ് പറയാനൊന്നുമില്ല. നല്ല മൂവിയാണ്. നെഗറ്റീവ് പറയുന്നവരെ ചിന്താഗതി വേറെ ആവാനും ചാൻസ് ഉണ്ട്. സോ
കുറ്റം പറയാൻ പറ്റത്തില്ല, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ. മേ ബി അവരുടെ താല്പര്യം അനുസരിച്ച് കിട്ടി കാണത്തില്ല. ബട്ട് നമ്മൾ ഒരു ഫാമിലി ആയിട്ട് വന്നുണ്ട്. അടിപൊളി മൂവിയാണ്, നൈസാ, മസ്റ്റ് വാച്ച്. മേ ബി ആവും. നേരത്തെ ഞാൻ ഒരാളുടെ റിവ്യൂ കേട്ടായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. മേ ബി നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് പടം. ഓക്കെ, നല്ല പടമായിരുന്നു. കംബാക്ക് എന്ന് പറഞ്ഞില്ലെങ്കിൽ നല്ലൊരു പടമായിരുന്നു, ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. ഒരു 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. റിവ്യൂസ് അറിഞ്ഞാണോ നല്ല അറിയാതെ വന്നേണോ? റിവ്യൂസ് കണ്ടിട്ട് തന്നെ വന്നത്, പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. പ്രമുഖ യൂട്യൂബർ അശ്വൻ തോക്ക് നെഗറ്റീവ് പറഞ്ഞിരുന്നു. അപ്പം ഫുൾ റിവ്യൂ കുറെ ആൾക്ക് നോക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു ഫൺ ടു വാച്ച് ആയിരുന്നു. 3 മണിക്കൂർ ടൈം പോയി. കോമഡി കാര്യങ്ങളൊക്കെ പടം കൊള്ളാം. ദിലീപേട്ടൻ്റെ ഒരു സിമ്പിൾ പടമാണ്. ആരുടെയും റിവ്യൂ നോക്കാതെ വന്ന് കണ്ടാൽ മതി. ഇപ്പം ഭയങ്കരമായിട്ട് നെഗറ്റീവൊക്കെ കേൾക്കുന്നുണ്ട്, അത്ര ഒന്നുമില്ല. അശ്വൻ തോക്കിൻ്റെ പല റിവ്യൂസിൻ്റെ ഒക്കെ ഞാൻ കണ്ടു. അതൊന്നും കാര്യമാക്കണ്ട, അത് നോക്കാതെ പോയാൽ മതി നിങ്ങൾ. ജസ്റ്റ് അത് സിമ്പിൾ പടമാണ്, ഒരു ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ച് പോകുന്നുണ്ട്. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഫാമിലി ടച്ചാണെങ്കിൽ സെക്കൻഡ് ഹാഫ് സോഷ്യൽ മീഡിയ അങ്ങനെ പോകുന്നൊരു റൂട്ടാണ്. എന്നാലും കൊള്ളാം. ദിലീപേട്ടൻ്റെ ഒരു സിമ്പിൾ ആണ്. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ലൊരു സിനിമയായിട്ടാണ് തോന്നുന്നത്. അശ്വൻ തോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് പടം കണ്ടപ്പം ഫുൾ നെഗറ്റീവ് എങ്ങനെയാണ് തോന്നുന്നത്? ബ്രോ, ഞാൻ അതാണ് പറഞ്ഞത്, ആരുടെ റിവ്യൂ നോക്കണ്ട. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം അതങ്ങ് പറഞ്ഞിട്ട് പോകും. ജസ്റ്റ് നിങ്ങൾ കാണുന്നത് കളയുക. നിങ്ങൾക്ക് സിനിമ കാണണം എന്ന് തോന്നിയാൽ പോയി 150 രൂപ മുടക്കി പോയി സിനിമ കാണുക. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. തമാശക്ക് നല്ലതാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ലതാണ്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഇത്തിരി കൂടി സ്റ്റോറിയിലേക്ക് കിടക്കുന്നത്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. എങ്ങനെ പറയാൻ പറ്റുമോ? ഇത് മൊത്തത്തിൽ വേറൊരു വേർഷൻ. നല്ല റിവ്യൂ കണ്ടു വന്നോ? അതെ. യൂട്യൂബേഴ്സിലെ പറഞ്ഞത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട് യൂട്യൂബേഴ്സിന്. അപ്പൊ സ്വാഭാവികമായിട്ട് ചെറിയ ചൊറിച്ചിലുണ്ടോ? ഈ ഒരു സിറ്റുവേഷൻ പറ്റിയ സിനിമയാണല്ലോ ഇപ്പൊ എന്തായാലും. അതെ. ഇപ്പോഴത്തെ എന്താ പറയുക, ഇൻഫ്ലുവൻസേഴ്സിനെ പുറകെ ഓടി നടക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ടല്ലോ, അവരൊന്ന് കണ്ടിരിക്കണം നല്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കോമഡിയൊക്കെ? മൂവി എങ്ങനെയുണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ല സിനിമ. ദിലീപിന്റെ കോമഡി കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ദിലീപേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? തമാശകളൊക്കെ ഈ ഫിലിമിലുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ഫിലിം തന്നെയാണ്. ദിലീപേട്ടൻ്റെ ഒരു വിചാരിച്ച സിനിമ തന്നെ കിട്ടിയോ? പിന്നെ ഇതിന് എല്ലാ ഹ്യൂമർ സെൻസും എല്ലാ ഹ്യൂമർ സെൻസും ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. കോമഡിയൊക്കെ നല്ല പടം. നല്ല മൂവി, എന്റർടൈനിങ് ആയിരുന്നു. പടം കൊള്ളായിരുന്നു, കുഴപ്പമില്ല. തമാശയില്ല, അങ്ങേയറ്റം എൻജോയ്മെന്റ് ആണ്. റിവ്യൂസ് ഒക്കെ അറിഞ്ഞോ അറിയാതെ വന്നേണോ? അറിയാതെ ഇഷ്ടപ്പെട്ടായിരുന്നു. എടുത്തു പറയാൻ സിനിമയിൽ എന്തെങ്കിലും എടുത്തു പറയാൻ പഴയ ദിലീപായിട്ട് തന്നെ വന്ന് തിരിച്ചുവരവാണ് ഇപ്പൊ എന്തായാലും. കോമഡി കാര്യങ്ങളൊക്കെ നന്നായി. കോമഡിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുഴപ്പമില്ല, പഴയ ദിലീപിനെ കാണാൻ പടം കൊള്ളായിരുന്നു. പഴയ ദിലീപിന്റെ സിനിമ പോലെ ആവട്ടെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടത്? പഴയ ദിലീപിന്റെ ദിലീപിനോട് നേരത്തെ കണ്ടു. അടിപൊളി പടം, ഭയങ്കര കോമഡി, ഭയങ്കര രസമുണ്ട്. ഒരു പ്രത്യേക രീതി പോകുന്നുണ്ട്, ലാഗൊന്നുമില്ല, ഭയങ്കര കോമഡി. കുറേ നേരം തിരിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം ഫ്രഷ് കോമഡിയാണ്. അങ്ങനെ പഴയ ഒന്നും എടുത്ത് റിമേക്ക് ചെയ്തൊന്നും കിട്ടുന്നില്ല. നല്ല സ്ക്രിപ്റ്റൊക്കെ ആയിരുന്നു, നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു, രസമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് കിലറിൽ കണ്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ, അതും പടം ഇറങ്ങിയ സെക്കൻഡ് ഡേ തിയേറ്റർ റെസ്പോൺസ് നോക്കിയ സമയത്താണ് ഇങ്ങനെ. എന്ന് വെച്ചാൽ അവരെ പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെയും റിവ്യൂ കണ്ടിട്ട് വരരുത്, നിങ്ങൾക്ക് പടം കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ മറ്റുള്ളവരോട് പറയാം, മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പോൾ റിവ്യൂ കണ്ടിട്ട് നമ്മൾ പടവേ കാണില്ല, എന്നിട്ട് നമ്മൾ റിവ്യൂ കണ്ടിട്ട് അത് പോകണ്ട, അത് മൂള് പടം കൊണ്ട് നമ്മൾ മറ്റുള്ളവർ പറയും. എന്തിനാണ്? അപ്പോൾ നമ്മൾ പോയി സിനിമ കാണാൻ എന്നിട്ട് പറയാം, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, കുറേ ആൾക്കാർ ഇത് പെയ്ഡ് എന്ന രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്, മനസ്സിലായി? ഇപ്പോൾ പടത്തിന് ഡിഗ്രി ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നല്ല പടത്തിന് ഡിഗ്രി ചെയ്യും, പിന്നെ ഈ കുറേ ഊളപ്പടങ്ങൾക്കൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യും, മനസ്സിലാവും? ഓ പടം സൂപ്പറാണ്, പോയി കാണുക മറ്റൊക്കെ എല്ലാവരും കുറേ പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പറഞ്ഞില്ല, ചിലർ, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് അച്ഛൻ നോക്കിയാണ് എല്ലാവരും പറയുന്നത്. എന്ത് ചെയ്യാം, പുള്ളിക്കാർ പറഞ്ഞാൽ അത് മോശമായി പോയി, എന്ത് ചെയ്യാം, അത് പറഞ്ഞാൽ അതൊന്നും കാര്യമാക്കരുത്, നിങ്ങൾ തന്നെ ഒന്ന് പടം കാണുക, മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ പിന്നെ നല്ല കോമഡി എന്ന് പറഞ്ഞില്ല, ദിലീപിൻ്റെ ഒരു കംബാക്ക് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നല്ല കോമഡി, നല്ല ഫാമിലി എന്റർടൈൻമെന്റ് പടമാണ് എന്ന് പറയുന്നുണ്ട്. ഇവൻ ചിലപ്പോൾ വിജയിക്കാം, നല്ല രീതിയിൽ വിജയിക്കാം, നമുക്ക് നോക്കാമില്ല. എന്താ വെച്ചാൽ ദിലീപേട്ടതാണ്. എന്താ വെച്ചാൽ നമ്മൾ ഒരു സിനിമ കാണുകയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞു സിനിമയുടെ കേസിൽ സിനിമ കാണുകയെന്ന് പറഞ്ഞാൽ പ്യൂർ എന്റർടൈൻമെന്റ് ആയിരിക്കും, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ എന്റർടൈൻമെന്റ് എന്ന രീതിയിലാണ് പോകുന്നത്. കോമഡി, ചിലപ്പോൾ ആക്ഷൻ, ചിലപ്പോൾ ഡ്രാമ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഇപ്പോൾ ദിലീപേട്ടൻ്റെ പടം എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ കോമഡിയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു 3 മണിക്കൂർ നമ്മൾ ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആവുക എന്ന് പറഞ്ഞാൽ അതൊരു ചിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വല്ലാത്ത സംഭവമാണ്. അപ്പോൾ ദിലീപേട്ടൻ്റെ പടത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈവൻ എന്തായാലും ദിലീപേട്ടൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയില്ല. നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക പടം, അത് നമുക്ക് പറയില്ല. റിവ്യൂ ഒന്നും കണ്ട് ഒരിക്കലും പോകരുത്. ഞാൻ ഒരു മിനിറ്റില്ല കോക്കിൻ്റെ റിവ്യൂ കൂടി ഒന്ന് വെക്കാട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കിൻ്റെ റിവ്യൂവിൻ്റെ അടിയിൽ കമന്റുകൾ കുറച്ചെണ്ണം വായിക്കാറുള്ളത്, എന്നിട്ട് ഞാൻ ബാക്കി പറയാമോ? അല്ല ബാക്കി ചെറുതായിട്ട് എടുത്തുകൊണ്ട് അതിലുള്ള കമന്റ് സെക്ഷൻ വായിക്കാം. ഏകദേശം ഒരു ദിവസം അതിലുള്ള ട്രെൻഡിങ്ങിൽ 6ാമതാണ് വീഡിയോ വന്നിട്ട് 3,00,000 4 ലക്ഷം ആറായി വീഡിയോ. അപ്പോൾ 6,200 സംതിങ് കമന്റ് ഉണ്ട്.
അപ്പം ഞാൻ കമൻറ്റുകൾ വായിച്ച ബ്രോമൻസിൽ മാത്യൂസിൻ്റെ അഭിനയം അടിപൊളിയാണെന്നും പടം ഫുൾ പോസിറ്റീവാണെന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഇതും പറയുന്നത്. ഡീഗ്രേഡിങ് ആസ് ഇറ്റ് സ്പീക്ക്. ഇനി മുതൽ മലയാള സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അശ്വന്ത്, ഉണ്ണി, ഷസാം ഇവരെയൊക്കെ കാണിച്ചിട്ട് ഇവർ ചിരിക്കുകയോ കരയുകയോ ചെയ്ത് മാത്രം റിലീസ് അല്ലെങ്കിൽ അപ്പോൾ ഡിലേറ്റ് ചെയ്ത് കളയണം. കഷ്ടം തന്നെ. അല്ലെങ്കിൽ കുറച്ച് പണം വായിലോട്ട് വെച്ച് കൊടുക്കണം. പിന്നെ ധൈര്യമായി സിനിമ ഇറക്കാം. ദാറ്റ്സ് പോയിന്റ്. സീരിയസ്ലി ഇല്ലല്ലോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമന്റ് നോക്കിയില്ല, ഇവരെ ആദ്യം ഇവരെ കൊണ്ട് കാണിക്കണം. എന്നിട്ട് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടം അവിടെ കളയാം. മനസ്സിലായി? അല്ലെങ്കിൽ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ റിവ്യൂ കണ്ടിട്ട് തന്നെ ആൾക്കാർ കാണാതിരിക്കില്ലല്ലേ. സെറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് പൊള്ളിയിട്ടുണ്ട് ഈ സിനിമയിൽ. പൊള്ളും. ഈ വർഷത്തെ മികച്ച സിനിമ ബ്രോമൻസ്, മികച്ച നടൻ മാത്യൂസ്. അത് വേറെ കേട്ടത് നിർത്തി. ഇന്നത്തോടെ നിങ്ങളുടെ റിവ്യൂ ആണ് നിർത്തി. നല്ലൊരു സിനിമയെ നെഗറ്റീവ് പറഞ്ഞ് കൊന്നു. മലങ്കൾട്ട് റിവ്യൂ. മലങ്കൾട്ട്, ദാറ്റ്സ് ആ വാക്ക് വന്നിട്ട് കോക്കിനാണ് കേട്ടത്. അത് സെറ്റ്. ഏകദേശം നമുക്ക് ബ്രോമൻസ് പോലെയുള്ള സിനിമ മതി ആണെന്നാണ് നല്ലത്. ഓക്കെ, ഫുൾ ലൂക്കാണ് കേട്ടോ. മനസ്സിലായി? ഫുൾ പറഞ്ഞാൽ അശ്വന്ത് നോക്ക് എയറിലാണ്. ഇപ്പോൾ ഷസാം പിന്നെ ഉണ്ണി ഇവരൊക്കെ ഇട്ട് ബുക്കിൻ്റെ പിള്ളേർ ഏകദേശം കമന്റ് സെക്ഷനിൽ വന്നിട്ട്. മനസ്സിലായില്ലേ? നല്ല പടത്തിന് നല്ലത് പറയണമെങ്കിൽ കേട്ടോ. ഞാനിപ്പോഴും പറയുന്നത് അല്ലാതെ നമ്മൾ നല്ല പടം അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് നല്ല പടത്തിനും പോയി ഡിഗ്രേഡ് ചെയ്യാൻ പറഞ്ഞത് എന്തെന്നാണ് ഇത്? ഞാനിപ്പോൾ സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ലൊരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇതിൽ മോശമായി പറയാനൊന്നുമില്ല. ഫാമിലിയായി പോയി സന്തോഷത്തോടെ തിയേറ്റർ വിട്ട് ഇറങ്ങാം. 100% ഗ്യാരണ്ടി. അത് എനിക്ക് കാണാൻ കേട്ടേ. മോശമല്ലാത്ത നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. അതാണ് ഇവിടെ കണ്ടില്ല. എല്ലാവരും കമന്റ് സെക്ഷനിൽ വന്ന് പറയും നല്ല സിനിമയാണ്, അതിൽ പോയി കാണാൻ കണ്ടു സീരിയസ്ലി. പക്ഷെ ഇവരെന്തുകൊണ്ട് പറഞ്ഞു എന്ന് നമുക്ക് ഇനിയും മനസ്സിലായില്ല. എന്താ വെച്ചാൽ ഞാനിപ്പോഴും പറയുന്നത് ഇവരുടെ റിവ്യൂ കണ്ടിട്ട് കുറെ ആൾക്കാർ പടം കാണാൻ പോകുന്നവരുണ്ട്. ഇവൻ ഞങ്ങളുടെ പിള്ളേർക്ക് കൂടി ഇപ്പോൾ ഷസാബ് അല്ലെങ്കിൽ കോക്കിന്റെ റിവ്യൂ കാണും. എന്നിട്ടേ പടം പോയി പറയുള്ളൂ. അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പടത്തിന് പോകാറുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെയും അത്രയൊക്കെ നല്ല ഫേമസ് ആയ പടം വന്നാൽ മാത്രം നമ്മൾ റിവ്യൂ കണ്ട് നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് പോയി കാണാം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകും. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ റിവ്യൂ നോക്കും. എന്നിട്ട് എന്തിനാണ് തിയേറ്ററിൽ പോയി വെറുതെ പൈസ ആണ്, നമുക്ക് OTT വരുമ്പോൾ കാണാം എന്നൊരു ഫീലാണ് കൂടുതൽ ആൾക്കാരുള്ളത്. മനസ്സിലായില്ല? അപ്പം ഞാനും എൻ്റെ അഭിപ്രായം പറയാം, നിങ്ങൾ ആരും ഇങ്ങനെ റിവ്യൂ ഇതൊന്നും കണ്ടിട്ട് പോകരുത്. നിങ്ങൾ പടം കാണാൻ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം വന്നിട്ട് ആൾക്കാരോട് പറയുക എന്താണ് ചെയ്യുക. അല്ലാതെ റിവ്യൂ ഇട്ടിട്ട് നിങ്ങൾ പിന്നെ പടമേ കണ്ടിട്ടില്ല ഇവർ റിവ്യൂ ഇട്ടിട്ട് നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാൽ ഈ ആ പടം പോയാൽ അവൻ അങ്ങനെ പറഞ്ഞില്ല ഇവ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് നമ്മൾ പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ എയർലൈൻ കുറെ പേര് പറയുന്നുണ്ട് ഇതിന്റെ റിവ്യൂ കാണുകയില്ലെന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ബിഡ് ചാനലൊക്കെ അടച്ചുപോട്ടല്ല, എന്നാലും വ്യൂസ് ഒക്കെ കമ്മിയാവും. സീരിയസ് ആയിട്ട് നല്ലത് വേണം, നല്ലത് പറയണം, അതേ നമുക്കും പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇവരെ അടുത്ത പടത്തിൽ തിരുത്തുമെന്ന് നമ്മളും വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഇല്ലടല്ലേ. എന്തായാലും അണ്ണന്മാർ സീരിയസ് ആയിട്ട് നല്ലത് വേണം, നല്ലത് പറയില്ലടല്ലേ. സീരിയസ് ആയിട്ട് അല്ലാതെ വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് പറയുള്ളൂ, നിങ്ങളൊക്കെ പോയി കണ്ടു നോക്കുക. ഞാൻ സത്യം പറയില്ല, ഞാനിപ്പോൾ ഈ പടം കണ്ടിട്ടില്ല, പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിട്ടില്ല. എന്നാലും ഇത്രയും ആൾക്കാർ നല്ലത് പറയുമ്പോൾ നമ്മൾ എന്തായാലും പോയി കാണുന്നല്ലോ. നമ്മൾ സിമ്പിളായിട്ടുള്ള പടങ്ങളൊക്കെ സാധാരണ കാണാൻ പോകുമ്പോൾ പതിവാണെങ്കിലുള്ള പടം അത്ര പോകാറില്ല. ഇന്നലെ ഞാൻ പോയി കാണും. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ഞാൻ ഇതിൽ പറയുന്നതാണെങ്കിലല്ലേ വൈകിയാലും ഈവൻ നമ്മൾ കണ്ടു നോക്കുക, അത്രേ പറയാനുള്ളൂ. എല്ലാവരും സിനിമയിൽ കാണുക. സ്വന്തമായിട്ട് നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം പോയി കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. മനസ്സിലായില്ല? മറ്റുള്ള റിവ്യൂ ഒന്നും കണ്ടിട്ട് ഒരിക്കലും പോകരുത്, അതേ പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.